സാധനം കണ്ടല്ലോ അല്ലേ? ഇതാണ് തഴുതാമ എന്ന് പറയും. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് തഴുതാമ. ഇതേ കുഞ്ഞു പൂക്കളുണ്ട്. ഇതാണ് വളരെ കുഞ്ഞു പൂവാണ്. ഇതണ്ട, ഇതാണ് പൂവ്. വളരെ കുഞ്ഞാണ് ഇതിൻ്റെ പൂവ്. സാധനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ശരിക്കും സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. വൈദ്യത്തെയാണോ ഒന്നും ചോദിക്കണ്ട. ചെറിയ ചെറിയ നാട്ടറിവുകൾ അറിയുന്നത് ദോഷമല്ലാത്ത രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. വൈദ്യത്തെയാണോ എന്നുള്ള ചോദ്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പേര് തഴുതാമ. നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കും, പാരമ്പര്യ വൈദ്യത്തിൽ ഉപയോഗിക്കും, ആയുർവേദത്തിൽ ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ പേര് വീണ്ടും ജനിപ്പിക്കാത്തത് എന്നാണ് അർത്ഥം. ഇതിൻ്റെ പുനർനവ എന്നാണ് ഇതിന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നത്. നമുക്ക് ശക്തിയോടെ ഊർജ്ജസ്വലതയോടെ നമ്മൾ തിരിച്ചു വരും എന്നൊരു സാധനമാണ്. പിന്നെ ഇത് ചുമന്ന തണ്ടുമുണ്ട്, വെള്ളത്തണ്ടുമുണ്ട്. ഇതിപ്പോൾ ചുമന്ന തണ്ടാണ്. വെള്ളത്തണ്ടുമുണ്ട്. ഇത് നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്വാദിൽ നമ്മൾ ചീരയൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ വെച്ച് കഴിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ എന്തൊക്കെയാണ്, ഏതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദ്രോഗം, ആമവാദം, കഫക്കെട്ട്, നീർക്കെട്ട്, മൂത്രത്തിലെ കല്ല്, നേത്രരോഗം, ചർമ്മരോഗം, വിളർച്ച, ത്വക്ക് രോഗം, ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും ഈ സംഭവം ഉപയോഗിക്കാം. ഗർഭിണികൾക്ക് ഇത് വളരെ നല്ലതാണ്. ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്കും ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിലെ നീര്, മിക്ക ഗർഭിണികൾക്കും കാലുമ്പോൾ നീരുണ്ടാവും. ആ നീരിന് വളരെ നല്ലതാണ് അത് പോവാനായിട്ട്. പിന്നെ മലശോധന ഉണ്ടാവും. ഗർഭിണികൾക്കാട്ടോ പറയണത് ഇതിൻ്റെ ഉപകാരം. മലശോധന ഉണ്ടാവും. പിന്നെ രക്തക്കുറവ് പരിഹരിക്കും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന് സംസ്കൃതത്തിൽ ശോധാഗ്നി എന്ന് പറയും. അഗ്നിയെ ശമിപ്പിക്കുന്ന എന്നർത്ഥം വരുന്നത്. നീരിനെ കളയും. പിന്നെ ഇലക്കറിയായിട്ട് നമുക്കിതിൻ്റെ ഇല, ഈ കിളിന്ത ഇല, ഇതാണ് ഇത് കിളിന്താണ്. കിളിന്ത ഇലയും തണ്ടും കൂടി ഇത് കണ്ടാം. ഇതരിഞ്ഞ് നമ്മൾ സാധാരണ ചീരയൊക്കെ തോരൻ വയ്ക്കണ പോലെ തോരൻ വെച്ച് കഴിക്കാം. പക്ഷേ ശരിയായ രീതിയിൽ കഴിച്ചില്ലെങ്കിൽ ദോഷം വരുന്നൊരു സംഭവമാണിത്. നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാൻ പാടില്ല. ഇത് ഈ പറഞ്ഞതിനൊക്കെ മാത്രമല്ല, മലബന്ധത്തിന്, മൂത്രസംബന്ധമായ അസുഖത്തിന്, പിന്നെന്താ പറയുക, മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ പഴുപ്പ്, പിന്നെ പുരുഷഗ്രന്ഥികളുടെ വീക്കം, അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ചൂടുകുരുക്കൾ, വിയർപ്പ്, താരൻ, പിത്തം, പൈൽസ്, ആമവാദം പറയണ്ട, എല്ലാത്തിനും, ഡയബറ്റീസ്, ഇതിനൊക്കെ ഉപയോഗിക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കും, BP കുറയ്ക്കും, പിന്നെ കിഡ്നി ഫങ്ഷൻ നന്നാക്കി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. ഇതിനകത്ത് വിറ്റമിൻ C ഉണ്ട്, കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഇത്തരം സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അനീമിയ പോലെയുള്ളതൊക്കെ മാറ്റി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സാധനം നമുക്ക് തോരൻ വെച്ച് ആഴ്ചയിൽ 3 ദിവസം കഴിക്കാം. ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ ഇത് കഴിക്കാൻ പാടില്ല. തോരൻ വെച്ച് കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ രോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഇത് സമൂലം ഉപയോഗിക്കും. പിന്നെ ഇതെന്താ പറയുക, ഇല നീര്, വേരിൻ്റെ വേസ്റ്റ്, പിന്നെ പൊടി ഉണക്കി പൊടിച്ചുണ്ടാക്കും. പിന്നെ റൂട്ട് ജ്യൂസാക്കിയിട്ട് ഉണക്കി പൊടിച്ച് ജ്യൂസാക്കിയിട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അതൊരിക്കലും കഴിക്കാൻ പാടില്ല. ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ സംഭവം മരുന്നായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്വന്തം ഇഷ്ടത്തിൽ ഉപയോഗിക്കരുത്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് എഫക്റ്റ് വരും, ഓപ്പോസിറ്റ് എഫക്റ്റ് വരുന്നൊരു സംഭവമാണിത്. ഇല തോരൻ വെച്ച് മാത്രം നമുക്ക് കഴിക്കാം. അത് ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം. പിന്നെ കിഡ്നിയുടെ ഒക്കെ പ്രോബ്ലത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ സംഭവം. കിഡ്നി പ്രോബ്ലം, പിന്നെ ഐസൈറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ BP, ഇതിനൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ഔഷധം കൂടാതെ തന്നെ പച്ചക്കറിയും കൂടിയാണ്. എനിക്കിതൊന്നും ഇല വെച്ച് ഞാൻ ഇന്ന് വരെ ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ ഇനി ഞാൻ തോരൻ വെച്ച് കഴിക്കും. അവിടെ കണ്ടില്ലേ നമ്മൾ അമ്പലത്തിൽ, അവിടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. നാളെ ഞാൻ അതിൻ്റെ കിളിന്ത് കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ സംഭവം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കിഡ്നിയുടെ ഫങ്ഷന് വേണ്ടിയിട്ടും, അതുപോലെ BP കാര്യം, അതുപോലെ ഇത് ജ്യൂസ്, ഇതിൻ്റെ റൂട്ട് ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സമൂലം അരച്ച് നീര്, അപ്പം നമ്മൾ മറ്റുള്ള മരുന്നുകളുടെ നീര് ഉപയോഗിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, തൊട്ടാവാടി അരച്ച് ദേഹത്ത് വരട്ടെ,
അതുപോലെയല്ല ഈ സംഭവം അരച്ച് നീരായിട്ടോ അതിൻ്റെ നീരോ അല്ലെങ്കിൽ അത് പേസ്റ്റായിട്ടോ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആകെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ ഇതിൽ ചെയ്യാവുന്നത്, ഇത് വെറുതെ ആഴ്ചയിൽ 1 2 അല്ലെങ്കിൽ കൂടി വന്നാൽ 3 ദിവസം തോരൻ വെച്ച് കഴിക്കാം. അതിന് നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. ബാക്കി ഏത് രീതിയിൽ ഏത് അസുഖത്തിന് ഇത് ഉപയോഗിച്ചാലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ എത്രയോ രോഗങ്ങൾക്കാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരുപാടുണ്ട്. ചൂടൂറ്, വിയർപ്പ്, തോരൻ, പിത്തം, പൈൽസ്, ആമവാദം, ഡയബറ്റീസ്, BP, ഒന്നും വേണ്ട, കൊളസ്ട്രോൾ കുറയ്ക്കും, രക്തം വർദ്ധിപ്പിക്കും, കണ്ണിന് നല്ലതാണ്, വിളർച്ചയ്ക്ക് നല്ലതാണ്, ഗർഭിണികൾക്ക് നീര് പോയി കിട്ടും, മൂത്രാശയ രോഗം, മൂത്രത്തിലെ കല്ല്, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര, എണ്ണയെ ഉടങ്ങാത്ത അത്രയെന്ന് പറയുന്ന പോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പച്ചില മരുന്നും ഔഷധച്ചെടിയും അതേസമയം പച്ചില ഇലക്കറിയുമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഈ തഴുതാമ എന്ന് പറയുന്ന സംഭവം ഞാൻ കുറേ നാൾ അന്വേഷിച്ച് നടന്ന് അണുവിനെ അമ്പലത്തിൽ കണ്ടുപിടിച്ച് വച്ചു. ഇപ്പം ഇന്നിപ്പോൾ സൗകര്യം കിട്ടിയപ്പോൾ ഞാൻ പോയി അത് വീഡിയോ പിടിച്ചു. എൻ്റെ അറിവ് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.